ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ മാറിയ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ വർഷം 2024-25 നടന്നിരുന്നു. ഇപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യപേപ്പർ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ മാതൃക വേണമെന്ന് പല കുട്ടികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പത്രവാർത്താം പഠിക്കുക ഉത്തരാണി എഴുതൂ. പത്രവാർത്ത വായിച്ച് ഉത്തരങ്ങൾ എഴുതുക. ആരെക്കുറിച്ചിട്ടാണ്? തിരുവനന്തപുരത്തെ വാർത്തയാണ്. പ്രൊഫസർ എം കെ സാനു മഹോദയ കേരള ജ്യോതി പുരസ്കാരം പ്രാപ്തവാൻ. ആർക്ക് കേരള ജ്യോതി പുരസ്കാരം കിട്ടി? പ്രൊഫസർ എം കെ സാനുവിന്. ആലപ്പുഴ ദേശേ മംഗലഗൃഹേ ഒക്ടോബർ 1928 ഒക്ടോബർ 28 തമേ ദിനാങ്കേ അയം മഹാശയ ജന്മ പ്രാപ്നോത്. അദ്ദേഹം ജനിച്ചത് ആലപ്പുഴയിലെ മംഗലത്ത് വീട്ടിൽ 1928 ഒക്ടോബർ 28. കേരള സാഹിത്യ അക്കാദമി പത്മപ്രഭ, കേന്ദ്ര സാഹിത്യ അക്കാദമി വയലാർ പുരസ്കാരാദയ പ്രാപ്ത. ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമി, പത്മപ്രഭ, കേന്ദ്ര സാഹിത്യ അക്കാദമി, വയലാർ തുടങ്ങിയ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കർമ്മഗതിഹീതി ആത്മകഥ വൈഖരി പുരസ്കാരം സത്കീർത്തി പുരസ്കാരം ച പ്രാപ്നോത്. കർമ്മഗതി എന്ന ആത്മകഥയ്ക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? വൈഖരി പുരസ്കാരവും സത്കീർത്തി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. പ്രഭാത ദർശനം നാരായണ ഗുരുസ്വാമി, സഹോദരൻ അയ്യപ്പൻ, കാറ്റും വെളിച്ചവും, അവധാരണം ഇത്യാദ്യാഹ തുടങ്ങിയ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേരുകളാണ്. പ്രമുഖാഹ കൃതേഹ ഭവന്തി. ചോദ്യങ്ങൾ നോക്കൂ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോഴും വരാട്ടോ. പ്രൊഫസർ എം കെ സാനു മഹോദയസ് ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? പറഞ്ഞോളൂ. കർമ്മഗതി. പ്രൊഫസർ എം കെ സാനു മഹാശയ കുത്ര ജന്മ പ്രാപ്നോത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ആലപ്പുഴ ദേശേ. കഹ കേരള ജ്യോതി പുരസ്കാരം പ്രാപ്തവാൻ. ആർക്കാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്? പ്രൊഫസർ എം കെ സാനു. അസ്യ പ്രമുഖാഹ കൃതയഃ കാഹ. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കൃതികൾ ഏതൊക്കെയാണ്? ഈ കൃതികളൊക്കെ എഴുതാം. സാനു മഹോദയന് കെ പുരസ്കാര പ്രാപ്ത. സാനു മഹോദയൻ എന്തെല്ലാം കിട്ടി? ഏതെല്ലാം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി, പത്മപ്രഭ, കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, വയലാർ പുരസ്കാരം. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം. അടുത്തത് ഖണ്ഡികാം പഠിത്വ ധ്യേയവാക്യാനി ആപ്തവാക്യാനിക്ക ചിത്വ ഉചിത ചിത്രസ്യ അധാ ലിഖതോ. ധ്യേയവാക്യങ്ങളും ആപ്തവാക്യങ്ങളും എടുത്തെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഒരു ചോദ്യമാണിത്. നോക്കൂ. അഹിംസാ പരമോ ധർമ്മ ഇതി വാക്യം ഗാന്ധി മഹോദയന സജീവനേന പ്രാർത്ഥയേത്. അപ്പോൾ അഹിംസാ പരമോ ധർമ്മ ഇങ്ങോട്ട് എടുത്തെഴുതുക. വിദ്യാധനം സർവധനം ധനാത് പ്രധാനം ഇതി വചനം വിദ്യായാഹ മഹത്വം ബോധയതി. അപ്പോൾ വിദ്യയുടെ മഹത്വം ബോധിപ്പിക്കുന്നു. വിദ്യാധനം സർവധനാത് പ്രധാനം. അപ്പോൾ ഇതിലേതാണ് വിദ്യയുടെ മഹത്വം ബോധിപ്പിക്കുന്ന ചിത്രം? ഇതാണല്ലേ. ഇങ്ങോട്ടെടുത്തെഴുതുക. ഭാരത സർവകാരस्य ധ്യേയവാക്യം. ഇതിൽ ഭാരത സർക്കാരിൻ്റെ ധ്യേയവാക്യം ഇതാണല്ലേ. സത്യമേവ ജയതേ. ഇങ്ങോട്ടെടുത്തെഴുതുക. മൃദുഭാവേ ദൃഢകൃത്യ ഇത് കേരള ആരക്ഷാ വിഭാഗस्य ധ്യേയവാക്യം. അതിങ്ങോട്ടെടുത്തെഴുതുക. ആരക്ഷക കേരള പോലീസ്. LICയുടെ യോഗക്ഷേമം വഹാമ്യഹം. ഇവിടെ നോക്കൂ. ചിത്രസ്യ ആശയ സുഭാഷിതം ആശയാനുസാരം സുഭാഷിതം ചിത്വാരികതു. ചിത്രത്തിൻ്റെ ആശയം അനുസരിച്ചുള്ള സുഭാഷിതം എടുത്തെഴുതുക. എന്താണ് ആശയം? സ്വാതന്ത്ര്യമാണല്ലേ. അപ്പോൾ ഏതാണ് സുഭാഷിതം ഇതിൽ? പറഞ്ഞോളൂ. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യമാനിനാം തു മരണാച്ഛ ഭയാനകം. അല്ലേ. പശ്യാമസ്താവത്. അതിൻ്റെ പദച്ഛേദം പശ്യാമഹ താവത്. അങ്ങനെയാണെങ്കിൽ ഗച്ഛാമസ്താവത് എങ്ങനെ വരിക? പറഞ്ഞോളൂ. ഗച്ഛാമഹ താവത്. ബഹിരാനയാമി ബഹിഹി ആനയാമി. അങ്ങനെയാണെങ്കിൽ ബഹിരാഗച്ഛതി എന്ത് വരണം? ബഹിഹി ഗച്ഛതി. സോപഹാസം എന്താ വരിക? ഉപഹാസേന സഹ വർത്തത്തെ ഇതി. ഇപ്പം സോല്ലാസം എന്താ വരിക? പറയൂ. സോപഹാസം ഉപഹാസേന സഹായാൽ സോല്ലാസം എന്താവും? ഉല്ലാസേന സഹ വർത്തത്തെ ഇതി. ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പുതിയ മാതൃകയിലും പ്രതീക്ഷിക്കാം. നാലാമത്തെ പ്രവർത്തനം കൃത്യമായിട്ട് എന്ത് എഴുതുക?
അടിക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏകൈകഃ സചിവഃ അപരേഷാം ദോഷാൻ രാജ്ഞി നിവേദയതി. ഓരോ മന്ത്രിമാർ മറ്റുള്ളവരുടെ ദോഷം പറയുന്നു. അതേതാണ് ഈ ചിത്രത്തിൽ? നാലാമത്തെയാണല്ലേ. മുനിഹി പ്രച്ഛന്നവേഷം പരിത്യജ്യ രാജാനം നമതി. മുനി പ്രച്ഛന്നവേഷം ഉപേക്ഷിച്ച് രാജാവിനെ നമിക്കുന്നു. ഇവിടേക്കാണല്ലേ. അടുത്ത സചിവാഹ രാജ്യകോശാത് ധനം അപഹരന്തി. സചിവന്മാർ മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഖജനാവിൽ നിന്ന് ധനം അപഹരിക്കുന്നു. ക്ഷേമദർശി സ്വരാജ്യം പാലയതി. ക്ഷേമദർശി എന്ത് ചെയ്യുന്നു? സ്വന്തം രാജ്യം പാലിക്കുന്നു. മുനിഹി ആഗത്യ രഹസ്യ രാജാനം സർവം വൃത്താന്തം കഥയതി. മുനി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? രഹസ്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നു. വളരെ എളുപ്പമാണ്. ഇപ്പം ഇങ്ങനെ രീതിയിൽ ചോദ്യങ്ങളില്ല എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ഉദാഹരണാനുസാരം വാക്യം പരിവർത്തിയലിഖതു. കർഷകഃ ഹലേന കർഷതി. ബാലകഃ എന്താ വരിക? ചമസേന ഖാദതി. അടുത്ത സുമാ ദ്വിചക്രികയാ വിദ്യാലയം ഗച്ഛതി. ഹലഹ ഹലേനയായി. അപ്പോൾ ചമസഹ എന്താവണം? ചമസേന ആവണം. അതേപോലെ ദ്വിചക്രികയായി. അപ്പോൾ തൂലിക എന്താവണം? തൂലികയാ. ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുകയാണ്. ഗഗനം, അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണിതിൽ? ആകാശം. സക്രോധം എന്താ വരിക? സരോഷം. തടഹ തീരഹ. ഇതിൽ ത്വാന്തം, ല്യബന്ധം, തുമുന്നന്ത പദങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പഠിത്തും എന്താ വരിക? തുമുന്നന്തം. പരിത്യജ്യ എന്ത് വരണം? ല്യബന്ധം. ഗൃഹീത്വാ ത്വാന്തം. ദൃഷ്ട്വാ ത്വാന്തം. ആഗത്യ ല്യബന്ധം. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തി വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും കുറച്ച് കഷ്ടമുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കാണുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു സഹായകമായിട്ടുള്ളൊരു ഫയലായിട്ട് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.